ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, എന്താണ് നിത്യജീവൻ എന്ന് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നു. ഏക സത്യദൈവമായ പിതാവിനെയും പിതാവ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവനെ സംബന്ധിച്ച മനോഹരമായ വ്യാഖ്യാനമാണ് ഈ വാക്യം. വിശുദ്ധ ക്രിസോസ്തോമിൻ്റെ ഭാഷ്യമനുസരിച്ച് വിജാതീയരുടെ ഇടയിലെ വ്യാജദേവന്മാരിൽ നിന്ന് സത്യദൈവമായ പിതാവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഏക സത്യദൈവം എന്ന് യോഹന്നാൻ ഊന്നി പറയുന്നത്. പിതാവിൽ നിന്ന് അനാദിയിൽ ജനിച്ച പുത്രനായ യേശു ദൈവമല്ല എന്ന് ഈ വാക്യം അർത്ഥമാക്കുന്നില്ല. പുത്രൻ സത്യമാണെങ്കിൽ അവിടുന്ന് ദൈവം തന്നെയാണ്. പുത്രൻ ദൈവമല്ലെങ്കിൽ പിതാവെങ്ങനെ ദൈവമാകും? അതിനാൽ ഈ വാക്യം പുത്രൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയല്ല, എന്നാൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും ഏക സത്യദൈവമായി അറിയുന്നതാണ് നിത്യജീവൻ എന്നതാണ് ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഈ വാക്യത്തിലുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം, പരിശുദ്ധ ത്രിത്വം, ഏക സത്യദൈവമാണ്. പിതാവിനെയും പുത്രനെയും പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അറിയുക എന്നത് യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ ബൗദ്ധികമായ ജ്ഞാനമെന്നതിനേക്കാൾ ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്നുളവാകുന്ന ഐക്യമാണ്. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്നാണ് ഈ സ്നേഹബന്ധമുണ്ടാകുന്നത് എന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലും 4-ാം അധ്യായം 8-ാം വാക്യത്തിലും 5-ാം അധ്യായം 3-ാം വാക്യത്തിലും സൂചനകളുണ്ട്. ഹെബ്രായ ചിന്തയനുസരിച്ച് അറിവ് അനുഭവവും ഹൃദയബന്ധവുമാണ്. യേശുവിനുള്ള പരിപൂർണ സമർപ്പണമാണ് ഈ അറിവിൻ്റെ അന്തസത്ത. എന്നാൽ ഈ അറിവ് വിശ്വാസത്തിൻ്റെ ബൗദ്ധിക തലത്തെ നിഷേധിക്കുന്നില്ല. ദൈവം സ്നേഹപിതാവാണെന്നും യേശു ദൈവപുത്രനാണെന്നും ബുദ്ധി കൊണ്ട് അംഗീകരിക്കുന്നവന് മാത്രമേ അവിടത്തെ സ്നേഹിക്കാനും കഴിയുകയുള്ളൂ. അറിയുക എന്നതിൻ്റെ പഴയ നിയമ പശ്ചാത്തലമാണ് യോഹന്നാനെ സ്വാധീനിച്ചത്. ജെറമിയ പുതിയ ഉടമ്പടിയെപ്പറ്റിയുള്ള പ്രവചനം നൽകുമ്പോൾ അവർ വലുപ്പച്ചെറുപ്പം എന്നെ എല്ലാവരും എന്നെ അറിയുമെന്നും ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകുമെന്നും പ്രസ്താവിക്കുന്നുണ്ട്. യുഗാന്ത്യത്തിൽ ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി നിറയുമെന്ന് ഹബക്കുക്ക് പ്രവാചകൻ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രവചിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, പിതാവിനെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഈ അറിവ് ബൗദ്ധികമായ അറിവ് എന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുന്നുമായുള്ള ഹൃദയ ഐക്യത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹബന്ധത്തിൻ്റെയും അടിസ്ഥാനമാണ്. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് ഒരു ദിവസം സ്വർഗത്തിൽ പോകാനുമാണല്ലോ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.